ഞാൻ പറയാൻ പോണെന്ന് ചോദിച്ചാല് ലോകത്ത് ഒരുപാട് മതങ്ങളുണ്ട്. മതങ്ങളിൽ വെച്ച് ഏറ്റവും മോശപ്പെട്ട മതം, അള്ള തൃപ്തിപ്പെടാത്ത മതം, അത് ഇസ്ലാം മതമാണ്. യുദ്ധഭൂമിയിൽ ഒരു പുതിയ പഠനം കുറച്ച് ഓവർ ആയാലും എല്ലാവരും ശ്രദ്ധിക്കൂ. അതെന്റെ പോയിന്റ്. ഓ അത് സാരമില്ല. ഞാൻ മുസ്ലിം മതത്തിന്റെ ആളല്ല, പക്ഷെ ഞാൻ നിസ്കരിക്കാറുണ്ട്. നിസ്കരിക്കുന്നത് അള്ളാഹുവിന് വേണ്ടി, മതത്തിന്റെ അടിസ്ഥാനത്തിലല്ല. അങ്ങനൊരു പരിപാടി നമ്മുടെ പാർട്ടിയിലില്ല. നിസ്കാരം എന്ന് പറയുന്നത് ഈ ഇസ്ലാമിന്റെ, നിങ്ങൾ എതിർക്കുന്ന ഇസ്ലാമിന്റെ പ്രമാണങ്ങളിൽ നിന്ന് ഉരുത്തിരിഞ്ഞ ഒരു അനുഷ്ഠാനം അല്ല 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 ഇസ്ലാം മതം ഉണ്ടാകുന്നതിന് മുമ്പേ നിസ്കാരമുണ്ട്. അപ്പൊ ഞാൻ നിസ്കരിക്കണ അള്ളാഹ്ക്ക് വേണ്ടിയിട്ടാണ്. കൺഫ്യൂഷൻ ആയല്ലോ. പക്ഷെ അതെങ്ങനെ നിങ്ങൾക്ക് ഇത് എവിടുന്ന് കിട്ടി എന്നുള്ളത് ഒരു പോയിന്റ് അല്ലേ? ആ പോയിന്റ് എന്റെ ഉസ്താദ് ഇമാം മഹദിയാണ്. ഇമാം മഹദിയിൽ നിന്ന് കിട്ടിയതാണ്. ഇമാം മഹദിക്ക് ഒരു മതവുമില്ല, എല്ലാ മതവും സമമാണ്. ഇവൻ പറയുന്ന നോക്കണ്ട, ഇവനിപ്പോ ഇങ്ങനെ ഇവന്റെ സമനില ആകെ തകർന്നിരിക്കുക. അപ്പൊ ഖുർആനിലുള്ള ഇന്നദ്ദീനുൽ ഇസ്ലാം എന്ന് പറയുന്ന സാധനം ഇല്ലല്ല. ഖുർആൻ യഥാർത്ഥ ഖുർആൻ അല്ല, അള്ളാഹുവിൽ നിന്ന് ഇറങ്ങിയതല്ല, അത് ദജ്ജാൽ ഉണ്ടാക്കിയതാണ്. എല്ലാ മതങ്ങളും ദജ്ജാൽ ഉണ്ടാക്കിയതാണ്. അള്ളാഹു ഒരു മതം ഉണ്ടാക്കിയിട്ടില്ല. അള്ളാഹ്ക്ക് ഒരു മതമല്ല, ഒരു ഫറളും ഇല്ല, ഒരു സുന്നത്തും ഇല്ല, ഒരു കറാഹത്തും ഇല്ല, ഒരു ഹറാമും ഇല്ല. ഇതൊക്കെ ഉണ്ടാക്കിയത് ദജ്ജാലാണ്. ഈശ്വര, ഇതൊക്കെ എന്റെ തലയിലാവൂലോ. അള്ളാഹുവിനെ എവിടുന്ന് കിട്ടി എന്നുള്ള ചോദ്യം വരും. അള്ളാഹുവിന് ഉണ്ട്, അള്ളാഹുവിന് ഉത്ഭവമുണ്ട്. അള്ളാഹ് കദീമല്ല, കദീമല്ല, തുടക്കമുണ്ട്. അതിന്റെ ഫുൾ ഡീറ്റെയിൽസ് പോലീസ് സ്റ്റേഷനിലുണ്ട്. സർക്കിൾ ഡേറ്റ് അടക്കം ഞാൻ പറഞ്ഞുതരാം, ദിവസം അടക്കം ഞാൻ പറഞ്ഞുതരാം. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഉണ്ടായതിന് തുടക്കമുണ്ട്. അപ്പൊ ഒടുക്കം ഉണ്ടാവൂലേ? ഇല്ലല്ല, ഒടുക്കല്ല. അള്ള ഉണ്ടായതിന് തുടക്കമുണ്ട്, ഒടുക്കല്ല. പുതിയ കണ്ടുപിടുത്തം നിങ്ങളുടെ ഈ തോന്നലുകൾ അല്ലെങ്കിൽ നിങ്ങളുടെ ഇപ്പൊ ഈ ആശയം നിങ്ങൾക്ക് ഇത് എവിടുന്ന് കിട്ടി, അല്ലെങ്കിൽ നിങ്ങൾ ഇത് എങ്ങനെ ആർജിച്ചു എന്ന ചോദ്യത്തിന് എന്താ ഉത്തരം? അതെല്ലാം പ്രാക്ടീസ് യോഗാസന. ഈ ആദർശം കാന്തപുര ഉസ്താദിനും അറിയാം. ഇമാം മഹദി എന്ന് പറയുന്ന ആള് ഇപ്പൊ നിലവിലെത്തിയോ? നിലവിലുണ്ട്, കേരളത്തിലുണ്ട്. അത് കാന്തപുര ഉസ്താദിനും അറിയാം. ഇത്രയും പെട്ടെന്ന് പത്രത്തിൽ വന്നു എന്നാന്ന് വായിച്ചേ. ഇമാം മഹദി മാളിയേക്കലിലുണ്ട്. എവിടെ? മാളിയേക്കല്, ചോക്കാട് പഞ്ചായത്തിലെ മാളിയേക്കല്, ചോക്കാട് പഞ്ചായത്ത്, വണ്ടൂർ അടുത്ത്, നിലമ്പൂർ അടുത്ത്. അതാരാണ്? ന്യായമായ സംശയം. അത് മുഹമ്മദ് കാസിം മന്നാനി. മുഹമ്മദ് കാസിം മന്നാനി. അദ്ദേഹത്തിന് മതമില്ല, പഠിച്ചതൊക്കെ സുന്നി ആദർശത്തിലാണ്. അല്ലെങ്കിൽ പിള്ളേച്ചൻ നുണ പറയുന്നതായിരിക്കും. അല്ല, പുള്ളി ഇപ്പൊ ഇമാം മഹദി ആണെന്ന് പുള്ളി എങ്ങനെയാ പറയുന്നപ്പോ? മൂപ്പര് ഇമാം മഹദി ആർക്കും അറിയാം. അല്ല, മൂപ്പർക്ക് എങ്ങനെ മനസ്സിലായിന്ന്? അതോ അതറിയാലോ. എങ്ങനെ? അതായത് ഹയാത്ത് ഉള്ളതാണ്. ഇമാം മഹദി എന്നുള്ള കൺസെപ്റ്റും ഇസ്ലാമിൽ നിന്ന് വരുന്നതല്ലേ? അല്ലല്ല, ഇസ്ലാം മതവുമായി ഇമാം മഹദിക്ക് യാതൊരു ബന്ധമല്ല. എന്തൊരു സ്മെൽ! എവിടെങ്കിലും പോയി കുടിച്ച് പൂസായി കിടന്ന സ്വപ്നം കണ്ടിട്ട് വന്ന് ഈ മിന്നൽ ബാബുന്റെ സമയം എനിക്കെടുത്തുണ്ടല്ലോ. ഇത് പണ്ട് പ്രവാചകൻ മുഹമ്മദ് പ്രവാചകത്വം അവകാശപ്പെട്ടു വന്ന മുഹമ്മദ് നബിയെ ഞാൻ അംഗീകരിക്കുന്നില്ല. നബിയായിട്ട് അള്ളാഹു ഒരാളെ അയച്ചിട്ടില്ല. അല്ല എന്ന് പറഞ്ഞ എന്റെ ജീവിതം പട്ടിണക്കി. ഓരോ നബിമാരെയും ഉണ്ടാക്കിയത് ദജ്ജാല. ജിബ്രീലാണ് ദജ്ജാല്. ഞാൻ ചോദിക്കണത്, ഈ അറിവൊക്കെ നിങ്ങൾക്ക് എവിടുന്ന് കിട്ടി? ഇമാം മഹദിന്റെ അടുത്ത് കിട്ടി. ഇമാം മഹദി ഇപ്പൊ ഇന്നലെ മിഞ്ഞാന്ന് ഇവിടെ ഉണ്ടായ ആളല്ലേ? അല്ലല്ല, ആദ്യത്തെ ആളാ. ഖദറും കലാവും അള്ളാഹുവിൽ പെട്ടതല്ല. ഖദർ ഉള്ളത് ഇമാം മഹദിന്റെ അടുത്താണ്, കലാ ഉള്ളത് ദജ്ജാലിന്റെ അടുത്താണ്. ഇല്ല, ഞാൻ പറയുന്നേക്ക് ഇമാം മഹദി എല്ലാവരെയും സൃഷ്ടിച്ചപ്പോ അള്ളാഹുവിന്റെ സമ്മതം ചോദിക്കും. അങ്ങനെ ഓരോരുത്തർക്കും ജസദ് കൊടുക്കും. സ്വർഗത്തിലാണ് എല്ലാവരും ഉണ്ടായത്. സ്വർഗത്തിൽ നിന്ന് എല്ലാവരും പുറത്തിയാടിയതാണ് ഭൂമിയിലേക്ക്. അപ്പോ ദജ്ജാലിന് ഒരിക്കലും സൃഷ്ടിക്കരുത് എന്ന് അള്ളാഹു പറഞ്ഞിരുന്നു. അപ്പൊ ദജ്ജാല് ചോദിച്ചു, എനിക്ക് നിങ്ങൾ എന്നെ സൃഷ്ടിക്കൂലെങ്കിൽ എനിക്ക് സ്വന്തമായി എന്നെ സൃഷ്ടിക്കാനുള്ള ഹൽക്ക് ചെയ്യാനുള്ള അധികാരം തരണം. അധികാരം തരൂല എന്ന് പറഞ്ഞു. ആരോട് പറഞ്ഞു? അള്ളഹാനോട് പറഞ്ഞു? അള്ളഹാനോടല്ല, കുദ്റത്തിനോട്, ഇമാം മഹദിയോട്. അതായത് അപ്പൊ ദജ്ജാൽ ഇല്ലല്ലോ. അപ്പൊ ദജ്ജാലുണ്ട്. ദജ്ജാലിന്റെ ജസദില്ല, മനസ്സില്ല, ആത്മാവിലെ ശരീരമല്ല, ഹയാത്തുണ്ട്. അപ്പോഴാണ് എനിക്ക് എല്ലാവരെ പോലെയും ജസദ് വേണമെന്ന് ദജ്ജാൽ ആവശ്യപ്പെട്ടു. അപ്പൊ കുദ്റത്ത് പറഞ്ഞു, ഞാൻ ജസദ് തരൂല. അപ്പൊ എല്ലാവരും കുറെ ആൾക്കാർ കൂടിയിട്ട് പറഞ്ഞു ദജ്ജാലിന് ജസദ് കൊടുക്കണമെന്ന്. മനുഷ്യന്മാര് പറഞ്ഞു. കൊറേ നേരമായല്ലോ ഒരുമാതിരി ലോജിക്കില്ലാത്ത മണ്ടൻ കഥ. കൺഫ്യൂഷനാണ് വീണ്ടും. ദജ്ജാലിന് അന്ന് ജസദ് ഇല്ലല്ലോ. ജസദ് ഇല്ലെങ്കിലും ഹയാത്ത് ഉണ്ടല്ലോ.
ഹയാത്ത് കൊണ്ട് മാത്രം മനുഷ്യന്മാർക്ക് കാണാൻ പറ്റുമോ? കാണാൻ പറ്റും. അത് കാണാൻ പറ്റുന്ന കണ്ണില്ലോൽക്ക് കാണാൻ പറ്റും. ഹയാത്തിനെ കാണാൻ പറ്റുന്നവർക്ക് കാണാൻ പറ്റും. ഒരു സംശയം കൂടി. അപ്പൊ നിങ്ങളിപ്പോ പറഞ്ഞ ആള് എത്ര വയസ്സുണ്ട്? 40 വയസ്സ്. 40 വർഷം മുമ്പ് ഇവിടെ ജനിച്ച ആളല്ലേ ഇമാം മഹ്ദി? അത് ജസദല്ലേ, ഹയാത്ത് ഉണ്ടല്ലോ. ഹയാത്ത് അതിന്റെ മുമ്പ് എങ്ങനെയാണ് മനുഷ്യന്മാരിൽ പ്രകടമായത്? അതാ ഞാൻ ചോദിക്കണേ. എന്താണ് അത് അള്ളാഹുമായി അടുത്തവർക്ക് അറിയാൻ കഴിയും. അപ്പൊ ഇതും ഇസ്ലാമായിട്ട് യാതൊരു ബന്ധമില്ല? ഇല്ലല്ല. ഇമാം മഹദി ഇസ്ലാമിന്റെ ആളല്ല, ഇസ്ലാം മതത്തിന്റെ ആളല്ല, ഒരു മതത്തിന്റെയും ആളല്ല. അപ്പൊ നിങ്ങൾ ഇസ്ലാമിക പ്രാർത്ഥനകളാണ് നിർവഹിക്കുന്നതേനും. അതാണ് ഉർമീസ്. അങ്ങനെയൊക്കെ ചോദിച്ചാ ബുദ്ധിമുട്ടല്ലേ? എടവണ്ണ അലവി മൗലവിയാണ് കേരളത്തിൽ ആദ്യമായി മലയാളത്തിൽ ഖുത്ബ ഓതിയത്. നിസ്കാരത്തിന് കിബിലക്ക് മുന്നേറേണ്ട ആവശ്യമില്ല. കിബില ഉണ്ടാക്കിയത് കഅബ ഉണ്ടാക്കിയത് ദജ്ജാല. എവിടേക്കും മുന്നിടാം നിസ്കാരത്തിന്റെ രീതി, ശൈലി അത് നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ. അപ്പൊ അത് നിങ്ങൾ എന്ത്, അപ്പൊ അതിന്റെ അടിയിൽ നിങ്ങൾ എന്ത് പ്രാർത്ഥനകളെ ചൊല്ലുന്നത്? അത് അള്ളാഹുവിനോടല്ലേ പ്രാർത്ഥന. ഞാൻ ചോദിക്കുന്നത്, ഇപ്പൊ നമ്മള് മദ്രസയിലൊക്കെ പഠിച്ച ക്രമത്തിൽ ഫാത്തിഹ സൂറത്തും അത്തഹിയ്യാത്തും അതൊക്കെ ഉണ്ട്. അപ്പൊ ആ ഫാത്തിഹ സൂറത്തൊക്കെ ഖുറാനിലല്ലേ ഉള്ളത്? ഖുറാനില് അതിന് അത് ദജ്ജാൽ ഉണ്ടാക്കിയാന്ന് നിങ്ങൾ പറയുന്നു. പക്ഷേ യഥാർത്ഥ ഖുർആൻ സ്വർഗത്തിലാണ്, ഭൂമിയിലേക്ക് ഇറങ്ങിയിട്ടില്ല. 4499 ആയത്താണ് യഥാർത്ഥത്തിലുള്ളൂ. ഇതിൽ എനിക്ക് മനസ്സിലാവാത്തൊരു സാധനം അള്ളാന്റെ റോളാണ്. അള്ളാന്റെ റോഡ് അള്ളാഹുവിന് ഒരു റോളും ഇല്ല. ഈ കാലം ഞങ്ങൾക്കുള്ള കയറായിട്ടാണോ വന്നിരിക്കുന്നത്? ഒരു റോളും ഇല്ലാത്ത അള്ളാഹ് നിങ്ങൾ എന്തിനാ ആരാധിക്കുന്നത്? അത് ആരാധിക്കുന്നത് ചോദിച്ചാല് അള്ളാഹ് ആരാധിക്കാൻ പറഞ്ഞിട്ടല്ല, സ്വന്തം ശരീരത്തിന്റെ ആരോഗ്യത്തിന് വേണ്ടിയിട്ടും അള്ളാഹുവിന്റെ അടുക്കൽ നിന്നുള്ള ഒരു തൃപ്തിയൊക്കെ ഉദ്ദേശിച്ചിട്ടാണ് ആരാധിക്കുന്നത്. അള്ളാഹുവിന് ഒരു റോളും ഇല്ലെങ്കിൽ പിന്നെ അള്ളാന്റെ തൃപ്തി ആർക്ക് വേണം? എന്റെ ദൈവം ഇതൊരു പുലിവാലായല്ലോ. എന്താണ് അള്ളാഹു ഈ കാര്യത്തിലൊന്നും, ഇപ്പൊ നിങ്ങൾ പറയാം അള്ളാഹു ഇതിലൊന്നും ഇടപെടാതെ നിർഗുണമായിട്ട് ഇരിക്കുന്ന ഒരു വസ്തുവാണ്. ആദ്യം നിങ്ങൾ ആരാധന എന്തിനാണ്? ഇല്ല, ആവശ്യമല്ല. പിന്നെ നിങ്ങൾ ചെയ്യണേ ചെയ്യണേ നമ്മുടെ ശരീരത്തിന്റെ ആരോഗ്യത്തിന്. നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ്, അള്ളാഹ്ക്ക് വേണ്ടിയല്ല. അല്ല, അപ്പൊ അള്ളാഹുവിന് വേണ്ടി ആരാധിക്കുന്നു എന്നുള്ള നിയത്തില്ല. അത് സ്വന്തം ശരീരത്തിന്റെ ആരോഗ്യത്തിന് വേണ്ടി. അപ്പൊ നിങ്ങൾ അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ള പദം പ്രയോഗിക്കൂല? ഇല്ല. പിന്നെ നിങ്ങൾ അങ്ങ് നിസ്കരിക്കപ്പോ എങ്ങനെ? എനിക്ക് നിസ്കാരക്രമം എന്ന് പറഞ്ഞുതരോ? എന്താണ് ഒരു കൗതുകത്തിന്. അതായത് ഇപ്പൊ നമ്മള് നിസ്കാരത്തിൽ ആദ്യമായിട്ട് ചെയ്യുന്നത് കിബിലക്ക് മുന്നിട്ട് എന്ന് ഞാൻ പറയാറില്ല. പോട്ടെ, നമ്മൾ എവിടേക്കെല്ലാം തിരിഞ്ഞു തന്നു, എവിടെയെങ്കിലും തിരിഞ്ഞെന്നാലും ഒരു പ്രപഞ്ചമാണല്ലോ. അപ്പൊ അതൊരു വളരെ യുക്തിഭദ്രമായിട്ടുള്ള ഒരു ആശയമാണ്. അതേ സമയത്ത് നമ്മൾ തക്ബീറത്തുൽ ഇഹ്റാമിലേക്ക് കടക്കുന്നു. അപ്പൊ നിങ്ങൾ എന്താ പറയാ തക്ബീർ കിട്ടുമ്പോ? അല്ലാഹു അക്ബർ. അല്ലാഹു അക്ബർ എന്തിനാ പറഞ്ഞ? അയാള് നിർഗുണനല്ലേ? പോട്ടെ, ശരി, പോട്ടെ. നിങ്ങളുടെ ആശയം അനുസരിച്ച് നിസ്കരിക്കേണ്ട ആവശ്യമില്ല. ഞാൻ നിസ്കരിക്കണില്ല. നിസ്കാരത്തെ മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണ്. സോറി, ലോജിക്കലാണ്. കാരണം ഈ നിങ്ങൾ കിബിലയെ കുറിച്ച് പറഞ്ഞ ആശയം സ്വീകാര്യമാണ്. കാരണം ദൈവവിശ്വാസിയായിട്ടുള്ള ഒരാളെ സംബന്ധിച്ച് പോലും വട്ടത്ത് കിടക്കുന്ന ഈ ഗോളാകൃതിയിൽ കിടക്കുന്ന ഭൂമിയുടെ ഗ്രഹത്തിന്റെ മുകളിൽ നിന്നിട്ട് നിങ്ങൾ കേക്കോട്ട് തിരിഞ്ഞാലും പടിഞ്ഞാട്ട് തിരിഞ്ഞാലും ഒരേ പോലെ തന്നെയാണ്. അത് മനസ്സിലാത്ത മണ്ടന്മാരാണ് കഅബക്ക് മറ്റേ സാധനം വെച്ച് തിരിയുന്നത്. അത് എനിക്ക് മനസ്സിലായി, റീസണബിൾ ആണ്, യുക്തിഭദ്രമാണ്. കഅബക്ക് തിരിയണ്ടെന്നുള്ള ആശയം കാന്തപുരസ്താവിനും അറിയാം. അപ്പൊ ഞാൻ ചോദിക്കുന്നത്, നിങ്ങൾ തക്ബീറത്തുൽ ഇഹ്റാമിൽ അല്ലാഹു അക്ബർ പറയുന്നു, പിന്നെ നമ്മൾ ചെയ്യുന്നത് സാധാരണഗതിയിൽ എന്തായിരുന്നു അതിന്റെ പേരുണ്ടല്ലോ, വജ്ജഹത്തു വജ്ഹിയ ലില്ലദീ ഫത്തറ സമവാതി വൽ അർള് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ചൊല്ലുന്ന കേസിൽ ഇതിൽ അള്ളാഹുവിനോടുള്ള പ്രാർത്ഥന അല്ലേ അത്? എന്താണ് അത്? നിസ്കരിക്കുമ്പോ സ്വന്തം ജസദിനോടുള്ള ഒരു എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഉച്ചരിക്കണ്ടേ? ആ നിലക്ക് ഉച്ചരിക്കണേ. തോന്നിയ പോലെ ചെയ്യണം, അതാണ് പോളിടെക്നിക്. നിങ്ങളെ മഹദീനെ ഒന്ന് കണ്ടേ പറ്റുള്ളൂ അങ്ങനെയാണെങ്കിൽ. കാരണം എന്താ വെച്ചാല് ഇത് ഇങ്ങനെ ഒരാള്, അതായത് വിശ്വാസികള് പൊതുവിൽ ലോകം മൊത്തത്തിൽ കാത്തിരിക്കുന്ന ഒരു സംഭവം ഇവര് വിശ്വസിക്കുന്നതിന് നേർ വിപരീതമായ ഒരു ദിശയിലാണ് മഹദി ഉള്ളത് എങ്കിൽ, ഇസ്ലാമിന്റെ ആളാണെന്നൊക്കെ പറഞ്ഞ മഹദി ഇമാം പച്ചക്കളവാണ്. നിങ്ങൾ തന്നെ പറയണ വാനമിനൽ മുസ്ലിമീൻ നിങ്ങൾ നിസ്കരിക്കുമ്പോ പറയുന്നുണ്ട്. അപ്പൊ അതൊരു കൺഫ്യൂഷനാണ്. അപ്പൊ നിങ്ങൾ ഉസ്താദിനോട് ചോദിച്ചോ, അതായത് നമ്മൾ ഈ വജ്ജഹത്ത് ഓതേണ്ട കാര്യം ഉണ്ടോ? കാരണം വജ്ജഹത്തു എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനാണ്. കെട്ടിമറിയേണ്ട ആവശ്യമല്ലേ? കെട്ടിമല്ല, നമ്മൾ അള്ളാഹു അക്ബർ തക്ബീർ കെട്ടിയിട്ട് വജ്ജഹത്ത് ഓതിയ വാനമിനൽ മുസ്ലിമീൻ എന്ന് പറഞ്ഞാൽ നമ്മൾ അവസാനിക്കുമ്പോ വമാ അനമിനൽ മുശ്രിക്കീന്നും വാ അനമിനൽ മുസ്ലിമീന്നും നമ്മൾ വജ്ജഹത്തിൽ 2 ഭാഗത്തായിട്ട് പ്രഖ്യാപിക്കുന്നുണ്ട്. ഒന്ന്, ഞാൻ ഷിർക്ക് ചെയ്യുന്നവനല്ല, അള്ളാഹുവിൽ പങ്കുചേർക്കുന്നില്ല. 2, ഞാൻ മുസ്ലിമാണ്. ഈ 2 പ്രഖ്യാപനത്തോടു കൂടി അള്ളാഹുവിനെ പ്രകീർത്തിച്ച് ഭയഭക്തിയോടുകൂടെ നിൽക്കുകയാണ് വജ്ജഹത്ത്. മുഖം തിരിഞ്ഞു നിൽക്കുന്നു, അതല്ലേ? അള്ളാഹുവിലേക്ക് പിന്നെ നിൽക്കുന്നു, അതാണല്ലോ വജ്ജഹത്ത് നമ്മൾ പറയുന്നത്. അപ്പോ ഈ
പ്രയോഗത്തിലൂടെ നിങ്ങൾ പറഞ്ഞ നിസ്കാരത്തിന്റെ ആദ്യഘട്ടം കടക്കുന്നത്. പിന്നെ നിങ്ങൾ ചെയ്യുന്നത് സാധാരണഗതിയിൽ ഫാത്തിഹ സൂറത്ത് ഓതുന്നു. അതിനുശേഷം നിങ്ങൾ സൂറത്ത് ഓതുവോ? ഏതെങ്കിലും ചെറിയ സൂറത്ത് ഓതാറുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും ഓരോ ഇതിന്റെ ഇടയിലും നമ്മൾ തക്ബീറാണ് ചെല്ലുന്നത്. അപ്പം നമ്മള് റുക്കൂയിൽ നമ്മൾ എന്താ ചെയ്യല്? അപ്പൊ സാധാരണ നിങ്ങൾ പറയുന്ന അതേ സാധനം തന്നെയാ? സുബ്ഹാന റബ്ബിയൽ അലീം വബിഹംദിഹി. ഇതൊക്കെ ആർക്കാ നമ്മൾ കൊടുക്കണത്? എന്താണ്, ഞാൻ ഖുർആൻ ഓതുന്നത് ദജ്ജാലിന്റെ അധികാരം വിട്ടുകിട്ടാൻ വേണ്ടിട്ട്, ദജ്ജാലിന് വേണ്ടിട്ട് തന്നെ ഖുർആൻ ഓതുന്നത്. അടച്ചനെ കളഞ്ഞില് കഞ്ഞിക്കാലങ്ങൾ ഇത്ര നേരം എന്റെ പ്രതീക്ഷ മൊത്തം കളഞ്ഞു.